ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. കൊച്ചി മംഗലാപുരം പ്രകൃതിവാതക പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 96.19%. 38 പേർക്ക് ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. കേരളത്തിൽ ഇന്നലെ കൂടുതൽ പേർക്ക് രോഗമുക്തി. 3201 പേർക്ക് കൂടി കോവിഡ് വ്യാപിച്ചതിനെ തുടർന്ന് ബ്രിട്ടൻ വീണ്ടും അടച്ചുപൂട്ടലിലേക്ക്. പാകിസ്ഥാനിൽ കൽക്കരി ഖനി തൊഴിലാളികളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഐക്യരാഷ്ട്ര സംഘടന അപലപിച്ചു. ISLൽ ചെന്നൈയിൻ FCക്കെതിരെ ഹൈദരാബാദിന് ജയം. വാർത്തകൾ വിശദമായി. കൊച്ചി മംഗലാപുരം പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാവിലെ 11-ന് വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെയാണ് ഉദ്ഘാടന ചടങ്ങ്. വിശദാംശങ്ങളുമായി ദേവിപ്രിയ. 450 കിലോമീറ്റർ നീളമുള്ള പൈപ്പ് ലൈനിലൂടെ കൊച്ചി ടെർമിനലിൽ നിന്നുള്ള വാതകം എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ വഴി മംഗലാപുരത്തെത്തും. ഈ ജില്ലകളിലെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് പ്രകൃതിവാതകം എത്തിക്കാനും പൈപ്പ് ലൈനിന് കഴിയും. പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ധനവിലയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. 1000 കോടി രൂപയുടെ വരുമാനമാണ് പദ്ധതിയിലൂടെ കേരളം പ്രതീക്ഷിക്കുന്നത്. സംശുദ്ധ ഇന്ധന ഉപയോഗം വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനാവുമെന്നാണ് വിലയിരുത്തൽ. 3000 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പദ്ധതി വഴി 12 ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. 100-ലേറെ സ്ഥാനങ്ങളിൽ ജലാശയങ്ങൾ താണ്ടി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നത് നിർമ്മാണ രംഗത്തെ വൻ വെല്ലുവിളിയായിരുന്നു. ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡാണ് വാതക വിതരണ പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിലെയും കർണാടകത്തിലെയും ഗവർണർമാരും മുഖ്യമന്ത്രിമാരും കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കിഴക്ക് തെക്ക് ഇടനാഴികളിലെ ചരക്ക് ഗതാഗത ഇടനാഴിയുടെ നിർമ്മാണ പുരോഗതി കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ വിലയിരുത്തി. ചരക്ക് ഗതാഗത ഇടനാഴി നിർമ്മാണം പൂർത്തിയാക്കി 2022 ജൂണിൽ രാഷ്ട്രത്തിന് സമർപ്പിക്കുമെന്ന് യോഗത്തിൽ കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. പങ്കാളികളായിട്ടുള്ള എല്ലാ സംരംഭകരെയും കോർത്തിണക്കിക്കൊണ്ട് 2022 ജൂണിൽ തന്നെ പദ്ധതി പൂർത്തീകരിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇടനാഴി നിർമ്മാണത്തിനുള്ള വെല്ലുവിളികൾ നേരിടാൻ സാധ്യമായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു. പരിസ്ഥിതി നിയമങ്ങൾ പാലിക്കാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ 386 സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര പരിസ്ഥിതി, വനം, കാലാവസ്ഥാ മന്ത്രാലയം 1,59,00,000 രൂപ പിഴ ചുമത്തി. അനധികൃത നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ അന്വേഷണം നടത്താൻ ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലെ മലിനീകരണ നിയന്ത്രണ സമിതികൾക്ക് ഡൽഹിയും പ്രാന്തപ്രദേശങ്ങൾക്കുമായുള്ള വായു ഗുണനിലവാര കമ്മീഷൻ നിർദ്ദേശം നൽകിയതായി മന്ത്രാലയം അറിയിച്ചു. കേന്ദ്ര സർക്കാരും കർഷക സംഘടനകളുമായുള്ള 7ാം വട്ട ചർച്ച അവസാനിച്ചു. തീരുമാനം അടുത്ത ചർച്ചയിലുണ്ടാകുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ഈ മാസം 8-ന് അടുത്ത വട്ട ചർച്ച നടത്താനാണ് തീരുമാനം. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.19% ഉയർന്നു. 1 കോടിയോളം കോവിഡ് ബാധിതരാണ് ഇതുവരെ രോഗമുക്തരായത്. 2,43,000 പേരാണ് കോവിഡ് ചികിത്സയിലുള്ളത്. ആകെയുള്ള കോവിഡ് ബാധിതരുടെ 2.36% മാത്രമാണിത്. ഇന്നലെ 16,505 പേർക്ക് കൂടി രോഗം കണ്ടെത്തി. 214 കോവിഡ് മരണവും സ്ഥിരീകരിച്ചു. രാജ്യത്തെ മരണനിരക്കായ 1.45% ആഗോളതലത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ബ്രിട്ടനിൽ കണ്ടെത്തിയ ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചവരുടെ എണ്ണം 38ആയി. രോഗികളുമായി അടുത്ത് ഇടപഴകിയവരെ രോഗനിരീക്ഷണത്തിലാക്കി. സ്ഥിതി നിരീക്ഷിച്ചു വരികയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കേരളത്തിൽ ബ്രിട്ടനിൽ നിന്ന് വന്ന കേരളത്തിലേക്ക് കൂടി ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ഇതുവരെ UK-യിൽ നിന്നെത്തിയ 39 പേർക്കാണ് രോഗം കണ്ടെത്തിയത്. ഇന്നലെ സംസ്ഥാനത്ത് കൂടുതൽ പേർ രോഗമുക്തരായി. 5,145 പേർക്കാണ് രോഗം ഭേദമായത്. 33,508 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 3,021 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 9.2% സംസ്ഥാനത്തെ കോവിഡ് സ്ഥിരീകരണ നിരക്ക്. ഇന്നലെ 19 കോവിഡ് മരണങ്ങൾ കൂടി രേഖപ്പെടുത്തി. ഇനി 63,135 പേരാണ് ചികിത്സയിലുള്ളത്. കേരളത്തിൽ കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. കോഴികളും താറാവുകളും ഉൾപ്പെടെയുള്ള പക്ഷികൾ അസ്വാഭാവികമായി ചാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ വിവരം അറിയിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി.
ഉത്തർപ്രദേശിൽ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമനുസരിച്ച് കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട പരീക്ഷണ പ്രവർത്തനങ്ങൾ ഇന്ന് നടക്കും. വാക്സിൻ വിതരണം ചിട്ടയോടെ സുഗമമായി നടത്താനാണിത്. ഇതോടനുബന്ധിച്ചുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഗൌരവമായി കാണണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിൽ വീണ്ടും ഇന്ത്യയുടെ പതാക സ്ഥാപിച്ചു. തുടർച്ചയായ 8ാം തവണയാണ് ഇന്ത്യ ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിൽ സ്ഥിരമല്ലാത്ത അംഗമാകുന്നത്. ഇന്ത്യയുടെ പതാക സ്ഥാപിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാനായത് തനിക്കു ലഭിച്ച അംഗീകാരമാണെന്ന് ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി TS തിരുമൂർത്തി പറഞ്ഞു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് ബ്രിട്ടൻ വീണ്ടും അടച്ചുപൂട്ടലിലേക്ക്. ഒരു റിപ്പോർട്ട്. ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസിന്റെ വ്യാപനത്തെ തുടർന്ന് ബ്രിട്ടനിൽ വീണ്ടും അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചിരിക്കുന്നതായി പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ അറിയിച്ചു. അവശ്യ സേവനങ്ങൾക്ക് മാത്രമാണ് പ്രവർത്തനാനുമതി. പ്രൈമറി സെക്കൻഡറി സ്കൂളുകൾ ഇന്നു മുതൽ തുറക്കില്ല. ജനിതകമാറ്റം സംഭവിച്ച വൈറസിന്റെ സാന്നിധ്യം ആദ്യം കണ്ടെത്തിയത് ബ്രിട്ടനിലാണ്. ഓക്സ്ഫോർഡ് ആസ്ട്രാസെനക വികസിപ്പിച്ച കോവിഡ് വാക്സിൻ വിതരണം ബ്രിട്ടനിൽ പുരോഗമിക്കുന്നുണ്ട്. എങ്കിലും പുതിയ വൈറസിന്റെ വ്യാപനം തടയാൻ രാജ്യം അടച്ചുപൂട്ടുന്നത് അനിവാര്യമാണെന്നും ബോറിസ് ജോൺസൺ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ദക്ഷിണാഫ്രിക്കയിൽ ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസ് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ നിലവിലുള്ള കോവിഡ് വാക്സിനുകൾ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് ആശങ്കാജനകമെന്ന് ആഫ്രിക്കൻ ശാസ്ത്രജ്ഞർ. ആഗോളതലത്തിൽ വാക്സിൻ വിതരണം ആരംഭിക്കേണ്ടത് അനിവാര്യമാണ്. ബ്രിട്ടനിൽ കണ്ടെത്തിയ ജനിതകമാറ്റം സംഭവിച്ച വൈറസിനേക്കാൾ ദക്ഷിണാഫ്രിക്കയിലെ വൈറസിന്റെ ജനിതകമാറ്റം കൂടുതലാണ്. സാധാരണ കൊറോണ വൈറസിനെതിരെ പ്രവർത്തിക്കുന്ന ആന്റിബോഡികളെ പോലും പ്രതികൂലമായി ബാധിക്കാൻ ജനിതകമാറ്റം സംഭവിച്ച ഒരു വൈറസിന് സാധിക്കുമെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8,60,00,000 കടന്നു. 6,10,00,000-ലധികം പേർ ഇതുവരെ രോഗമുക്തരായി. 18,59,000-ലധികം ആളുകളാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. ലോകത്ത് ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ള അമേരിക്കയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 2,13,00,000 കടന്നു. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ 11 കൽക്കരി ഖനി തൊഴിലാളികളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുറ്ററസ് ശക്തമായി അപലപിച്ചു. കൊലയാളികളെ തീവ്രവാദ നിയമപരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് പാകിസ്ഥാനോട് ശ്രീ ഗുറ്ററസ് ആവശ്യപ്പെട്ടു. കുറ്റവാളികളെ പാകിസ്ഥാൻ തീവ്രവാദ നിയമത്തിന് കീഴിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രത്യാശിക്കുന്നതായി ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറലിന്റെ ഡെപ്യൂട്ടി വക്താവ് ഫർഹാൻ ഹഖ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ന്യൂനപക്ഷ ഷിയ വിഭാഗത്തിലുള്ള 11 കൽക്കരി ഖനി തൊഴിലാളികളെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഇന്നലെയാണ് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ISLൽ ചെന്നൈയിൻ FCക്കെതിരെ ഹൈദരാബാദിന് ജയം. 1-4 ഗോളുകൾക്കാണ് ഹൈദരാബാദ് വിജയിച്ചത്. ഗോവയിലെ ബാംബോലിം സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിലൂടെ ഹൈദരാബാദ് പട്ടികയിൽ 6ാം സ്ഥാനത്തെത്തി. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിൽ അടൽ ബിഹാരി വാജ്പേയി സ്കൂൾ ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊഖ്രിയാൽ നിഷാങ്ക് ഇന്നലെ നിർവഹിച്ചു. മാനേജ്മെന്റ് സ്കൂളിന് വാജ്പേയിയുടെ പേര് നൽകിയതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. മധ്യപ്രദേശിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളിൽ 18 വയസ്സ് പൂർത്തിയാക്കിയ കുട്ടികൾക്ക് ലോഞ്ച് പാഡ് സ്കീം ആരംഭിച്ചു. തുടർ വിദ്യാഭ്യാസവും പരിശീലനവും നൽകി കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക ലക്ഷ്യമിട്ടാണ് വനിതാ ശിശു വികസന വകുപ്പ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഗുജറാത്ത് ഹൈക്കോടതി ജഡ്ജിയായി ജസ്റ്റിസ് വിനീത് കോത്താരി ഇന്നലെ സ്ഥാനമേറ്റു. ചീഫ് ജസ്റ്റിസ് തലവനായുള്ള 5 അംഗ ജഡ്ജിമാരുടെ കൊളീജിയമാണ് ഗുജറാത്ത് ഹൈക്കോടതിയിലേക്ക് ജസ്റ്റിസ് വിനീത് കോത്താരിയെ പരിഗണിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊച്ചി മംഗലാപുരം പ്രകൃതിവാതക പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 96.19%. 38 പേർക്ക് ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. കേരളത്തിൽ ഇന്നലെ കൂടുതൽ പേർക്ക് രോഗമുക്തി. 3201 പേർക്ക് കൂടി കോവിഡ് വ്യാപിച്ചതിനെ തുടർന്ന് ബ്രിട്ടൻ വീണ്ടും അടച്ചുപൂട്ടലിലേക്ക്. പാകിസ്ഥാനിൽ കൽക്കരി ഖനി തൊഴിലാളികളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഐക്യരാഷ്ട്ര സംഘടന അപലപിച്ചു. ISLൽ ചെന്നൈയിൻ FCക്കെതിരെ ഹൈദരാബാദിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
കൂടുതൽ വാർത്തകൾക്കായി @All India Radio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം 10:15.